ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കീഴിക്കകത്തുണ്ട്. കീഴിലേക്ക് പോവാം. ടൈല് ഹെഡ് ഫസ്റ്റ് വൺ എടുത്തോ. എന്താ നമ്മള് ഈ കിഴി എപ്പിസോഡ് തുറക്കാൻ വന്നപ്പോ മനസ്സിൽ വന്ന സാധനതാണ്. അതായത് കിഴി എടുത്ത് ഓരോ കിഴി എടുക്കുന്നു. കൽക്കി ഉണ്ടെന്ന് പറയുമ്പോ അതാണ് ഏറ്റവും വലിയ സിനിമ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മള് ആദ്യം പോലെ അങ്ങനെ പറയുന്നത്. ഇപ്പൊ ഇന്നലെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ അത് ഒരു 150% സത്യ. പിന്നെ അതിന്റെ മുകളിലേക്ക് ഇല്ല. അയ്യോ. ഓക്കെ, ഫസ്റ്റ് വൺ ബേബി ജോൺ. വരുൺ ധവാൻ നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസംബർ 25-ന് സിനിമ റിലീസിനെത്തും. കാലിസാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ അറ്റ്ലിയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡിസംബർ 25-നൊക്കെ സിനിമ വരും. പക്ഷെ അത് മാറ്റും. അറിയില്ല. ആ ടൈം കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ട? കഴിഞ്ഞ വർഷം ഡിസംബറിൽ 25-ൽ കുറെ സിനിമകൾ റിലീസിന് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം മാറ്റിയത്. അപ്പൊ അങ്ങനെ അത് ഒരു ഡേറ്റ് അങ്ങോട്ടാണെങ്കിൽ ഓക്കെയാണ്. അല്ല, ഇതിന് ആരാ വെയിറ്റ് ചെയ്യുന്നത്? ഇതിന്റെ റീമേക്ക് അല്ലേ? അത് അവിടെയുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവര് കണ്ടോട്ടെ അല്ലേ. ഗുമസ്തൻ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. അമൽ കെ ജോബി ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. വിപിൻ ജോർജും ദിലീഷ് പോത്തനും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. മമ്മൂട്ടിയാണ് ഇന്നലെ പോസ്റ്റർ പുറത്തു വിട്ടത്. നീ എന്താ ചോദിച്ചാൽ മമ്മൂട്ടിയാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്? ഡയറക്ഷൻ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, അമൽ കെ ജോബി നീ കൂടെ മമ്മൂട്ടി. ഓക്കെ, അടുത്ത മണിയൻ ചീറ്റപ്പൻ. വെറൈറ്റി പേര്. ഗഗനാചാരി യൂണിവേഴ്സ്. അടുത്ത യൂണിവേഴ്സ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും സുരേഷ് ഗോപിയാണ് പ്രധാന വേഷത്തിലെത്തുന്നത് എന്നുള്ളതാണ് അനൗൺസ്മെന്റ് എത്തിയിരിക്കുന്നത്. അത് രീതിയിൽ നമുക്കൊരു ലുക്കും തന്നിട്ടുണ്ട്. ആ ഒരു ലുക്കിലാ വരുന്നേക്കുണ്ടല്ലോ. ആ പൊളിയായിരിക്കും കേട്ടോ അല്ലെ. എന്താ രസം. അട്ടാറ് കോമഡിയും പ്രതീക്ഷിക്കാം. അതെ. ഓക്കെ, അരുൺ ചന്തു അല്ലേ? From the universe of ഗഗനാചാരി. അരുൺ ചന്തു വേറെ കോമഡി. ആളിനി വല്ല ഏലിയനാണെങ്കിലേ, അതായത് രണ്ടാമത് വരുന്ന ഏലിയനാണെങ്കിലേ ഇവരെന്താ വിളിക്കുന്നത്? ഏലിയനായിരിക്കൂല. ഇപ്പൊ ഗണേഷ് ചെയ്യുന്ന ക്യാരക്ടറില്ലേ, അതുപോലെ അടുത്ത ഏലിയനെ കൊണ്ടുവരാനുള്ള പരിപാടി ആയിരിക്കും. എന്താണ് ഈ സംഭവം? പറയാം പൊളി. അല്ലെങ്കിൽ ഒരു ഏലിയൻ, അതായത് ബാഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഏലിയനാണ്. ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ഏലിയനൊക്കെ ആണെങ്കിൽ ആളെ തീർക്കാനായിട്ട് പോകുന്ന മണിയൻ ചിറ്റപ്പൻ. അടുത്തത് കണ്ടില്ലേ? ഇന്ത്യൻ 2 സിനിമയുടെ UK ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പലർക്കും സംശയം ഉണ്ടാകുന്ന കാര്യത്തിന് മറുപടി ശങ്കർ പറഞ്ഞിട്ടുണ്ട്. അതായത് 106 വയസ്സിന് മുകളിലുള്ള സേനാപതി എങ്ങനെ ഇപ്പോഴും ഇത്ര ഇതിൽ നിൽക്കുന്നു, എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഏതൊരു റിപ്പോർട്ടർ ചോദിച്ചാ ആള് മറുപടി പറഞ്ഞത് ലൂസി ഗിയോൺ 120 വയസ്സിലും 125 വയസ്സിലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു ചൈനക്കാരനാണ്. മാർഷൽ ആർട്സിന്റെ. യെസ്, ആള് ഈ 125 വയസ്സിലും ഫൈറ്റ് ചെയ്യും. എല്ലാം ആള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആള് പക്കയായിട്ട് ചെയ്തിട്ടു. അങ്ങനെ ഒരാളാണ് സേനാപതി എന്ന് ശങ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മളും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതൊരു എപ്പിക് ക്യാരക്ടറാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ അത് അങ്ങനെ തന്നെ ജീവിച്ചു പോകണു. അതിനിപ്പോ എന്ത് പ്രശ്നമുള്ളതെന്നാണ് നമ്മളും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഉറപ്പല്ലേ? തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. മറ്റൊരു ഉദാഹരണം പറഞ്ഞാണ് ആവേശം സിനിമയിലെ നമ്മുടെ അങ്ങനെ പേര് മറന്നുപോയി. അങ്ങേര് എന്താണ് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള അത്ര പ്രായമുള്ള ആൾക്കാർ അങ്ങനെയാണോ? അല്ലല്ലോ. ഇത് വേറൊന്നുമല്ല, നമ്മുടെ അത് തെറ്റ് പറയുന്നതല്ല, നമ്മുടെ ചെറിയ ചിന്താഗതി തോന്നുന്ന കാര്യമാണ്. നമ്മുടെ മനസ്സ് നമ്മുടെ ഉള്ളിൽ എന്താണെന്നറിയോ, ഒരു 70 വയസ്സ് കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് 70 വയസ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 80 വയസ്സ് വരെ ജീവിച്ചും പിന്നെ മരിച്ചു പോകും. അതുവരെ ആ ഒരു 70 വയസ്സ് കഴിഞ്ഞാൽ ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അത് എപ്പോഴും സംഭവിക്കുന്നത്, കോമൺ ആയിട്ടുള്ള സംഭവം. പക്ഷെ അതിൽ നിന്ന് മറികടന്ന് വേറെ കുറെ ആൾക്കാരുണ്ട്. എത്രയോ പേര് റയറാണ്. അപ്പൊ അങ്ങനെയുള്ളവരാണ് ഇതിൽ നായകന്മാരായി വരുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്ക് സൂപ്പർ ഹീറോ പവർ ഒക്കെ ഉള്ളത് പോലെ തന്നെ വേറൊരു പവർ
അതെ, ഞാൻ പെട്ടെന്ന് ഓർത്തൊരു കാര്യമാണ്. ഞാൻ ഈ അടുത്തൊരു റീലല്ല ഒരു വീഡിയോ ഉണ്ട് ഫേസ്ബുക്കിൽ. ഒരു 102 വയസ്സുള്ളൊരു ആളാണ്. ആള് ഒരു ആദിവാസി ഗുരുക്കളാണ്, അതായത് കളരി ഗുരുക്കളാണ്. 102 വയസ്സുണ്ട്. ആളിപ്പോഴും ആളുടെ ട്രീറ്റ്മെന്റ്, അതായത് ഈ മറ്റേ തിരുമ്മല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അവിടെ രോഗികൾ ചെല്ലാറുണ്ട്, ആൾ എണീറ്റ് നടക്കാറുണ്ട്, ആള് കഴിക്കുന്ന ഫുഡുകളെ കുറിച്ച് ആള് സംസാരിക്കുന്നു, ആള് മറ്റേ കയ്യും കാലൊക്കെ വലിച്ചിടുന്നതും ഒക്കെ അയാൾ തന്നെയാണ്. അതായത് ആള് ഇതും ചെയ്യാറുണ്ട്, സ്ഥിരം കളരീന്റെ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളെ ഇതൊക്കെ നമ്മുടെ ആശയങ്ങളും ഞങ്ങളുടെ ഈ ഒരു കാര്യത്തിലുള്ള ഞങ്ങളുടെ വ്യൂ പോയിന്റാ പറയുന്നത്. അതേട്ടോ, നിങ്ങളെ ഇരുന്ന് പഠിപ്പിക്കല്ലോ, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഇത് ആരൊക്കെ ചിന്തിച്ചതും ശരിയാണ്, ഞങ്ങൾ ചിന്തിച്ചതും ശരിയാണ് എന്നതാണ് നമ്മുടെ വിശ്വാസം. അതാണ് ആരൊക്കെ ഒരു കമന്റ് അടിച്ചത്, നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു അത് നിങ്ങൾ ഓക്കെ, മറ്റുള്ളവർ അവരുടെ അഭിപ്രായം. ഒരിക്കലും നിങ്ങളുടെ അഭിപ്രായത്തിന്റെ മുകളിൽ കയറി പറയുന്നതല്ല. ഇങ്ങനെയും ആൾക്കാർ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് നമ്മുടെ കുഞ്ഞറിവിൽ തോന്നുന്ന കാര്യം പറയുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരാളായിട്ട് കണ്ടാൽ മതി എന്നേ പറയുന്നുള്ളൂ. ഞങ്ങള് ആ ഒരു വ്യൂ പോയിന്റിലാണ് ഈ സിനിമയെ സമീപിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ 2 അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ തന്നെ ഇന്ത്യനും എടുക്കാൻ പറ്റുള്ളൂ. അതെ, അതും ആള് സാധാരണ പോലെ പോയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നതിൽ. ആള് ലാസ്റ്റിൽ ക്ലൈമാക്സിലൊക്കെ എന്താ ചെയ്യുന്നത്? എല്ലാം ആ വണ്ടിയിലേക്ക് കുത്തിക്കൊല്ലുന്നത്. ആ ഒരു പ്രായത്തിലുള്ള ആള് ചെയ്യും നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അംഗീകരിച്ചെങ്കിൽ ഇതും അംഗീകരിക്കണം, അത്രേ ഉള്ളൂ. എന്തായാലും അടുത്തത് പി ചിദംബരം ദിലീപ് മൂവി. സിനിമയുടെ കൂടുതൽ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു. അതായത് ഇവർ തമ്മിലൊരു സിനിമ വരുന്നുണ്ട്. ജൂലൈ 4 ഇതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉണ്ടാവുമെന്നാണ് കേൾക്കുന്നത്. പി ചിദംബരവും പിന്നെ ഗണപതി, അതായത് അനിയൻ, ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒരുക്കുന്നതെന്നുള്ളതാണ് കേട്ടത്. പിന്നെ മമിത ബൈജു ഇതിലൊരു പ്രധാന വേഷത്തിലുണ്ടാവും. ആൾറെഡി മമത പിന്നെ അർജുന അശോകൻ മറ്റു പ്രധാന വേഷത്തിലുണ്ടാവുന്നതാണ്. അപ്പോൾ മമത ദിലീപിൻ്റെ പേര് അർജുന അശോകന്റെ എന്താണെങ്കിലും മമിത ബൈജു വന്നിട്ടുണ്ടെങ്കിലും സിനിമേന്റെ റേഞ്ച് ഒന്ന് കൂടും, അത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് കൂലി. സിനിമയുടെ ക്യാരക്ടർ ലുക്ക് ടെസ്റ്റ് ലോകേഷ് തന്നെ നടത്തിയിട്ടുണ്ട്. സെയിം സാധനം തന്നെ, നമ്മൾ എന്താണോ കൂലിനെ കുറിച്ച് കണ്ടിട്ടുള്ളത് അത് തന്നെ. ഓക്കെ, അടുത്ത കിഴി അനശ്വര സജിൻ ഗോപു മൂവി. അതായത് നമ്മുടെ ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന സിനിമ. ജിത്തു മാധവനും സിനിമയുടെ പ്രൊഡക്ഷൻ ഭാഗത്തുണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഇത് ചെയ്യുന്നത്. ജിത്തു മാധവനാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്. ഓക്കെ, എന്തായാലും ഈ സിനിമയുടെ പേരെന്താണെന്നുള്ളത് നമുക്കറിയാമായിരുന്നു, നമ്മൾ പറയുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പൈ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തായാലും ഇത് ഇപ്പോൾ ലീക്കായിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ അതായത് ഒറിജിനൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഷൂട്ട് നടത്തി. അപ്പോൾ അവിടെ വന്ന രോഗികളൊക്കെ ശരിക്കും മരഞ്ഞു എന്നുള്ളതാണ് കേട്ടത്. അപ്പോൾ അത് ശരിക്കും ന്യൂസായിട്ടുണ്ട്. അപ്പോൾ ആ ന്യൂസിൽ പറഞ്ഞു പൈങ്കിളി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പൈങ്കിളി എന്ന ടൈറ്റിൽ റിവീലായി. ഇനിയിപ്പം പുറത്തു വിടാൻ വേണ്ടിയിട്ട് അതിന് പ്രത്യേക ഡേറ്റും സമയം നോക്കണ്ട, അങ്ങ് വിട്ടേക്ക് പൈങ്കിളി. ഓക്കെ, എന്താണെങ്കിലും അടുത്ത കിഴി മഴടാ. അത് കേൾക്കുന്നുണ്ട്, ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കാണ്ടിരിക്കുന്നത്. ആസിഫ് അലി തമാർ. തമാറല്ല താമർ. താമർ കേവി തമാർ. എന്താണ് ഈ സിനിമയുടെ ഷൂട്ട് ഡിസംബറിൽ തുടങ്ങും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അതായത് 1001 നുണകൾ എന്ന സിനിമയുടെ സംവിധായകനാണ്. അപ്പോൾ ആളും ആസിഫ് അലി ഒരുമിക്കുന്നു. ഇത് 1002ാമത്തെ നുണയാവോ അറിയില്ല. ഇത് നുണയാവോ? അതാ 1002ാമത്തെ നുണയായി മാറുമോ? ഓക്കെ, കൽക്കി കഴിഞ്ഞു. ഇനി ഒന്നുമില്ല, ഇതൊക്കെ വായിച്ചത്. ഇനി കൽക്കിയിലേക്ക് വരാം. കൽക്കി സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ വേൾഡ് വൈഡ് ഗ്രോസ് 180+. എന്താണെങ്കിലും കളക്ഷന്റെ കാര്യത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടി വരില്ല. കാരണം ഉറപ്പായിട്ടും അത് ഒരു വലിയ റേഞ്ച് തന്നെ ആയിരിക്കും. ആരുടെ ഒരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചാൽ 2898 കോടി നടക്കുന്നത്. അത് പൊളിച്ച് അത് കമന്റ് കണ്ടപ്പോൾ അതൊരു സത്യമാണല്ലോ. എന്താണെങ്കിലും ഇന്ത്യൻ സിനിമയിൽ ഇത്രത്തോളം അല്ലെങ്കിൽ ഇത്ര ഭീകരമായിട്ട് അല്ലെങ്കിൽ ഗംഭീരമായിട്ട് മേക്ക് ചെയ്തൊരു സിനിമ ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ. എന്തായാലും ഈ സിനിമയിലേ കൃഷ്ണനായിട്ട് വന്നില്ലേ, ആളുടെ മുഖമൊന്നും റിവീൽ ചെയ്തിട്ടില്ല.
ആള് ഒരു ഡമ്മി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അതെ. കാരണം ഇനിയുള്ള ഭാഗങ്ങളിൽ ഒരു വലിയ താരം വരാൻ വേണ്ടിയിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആള് അതായത് ഈ സിനിമയിൽ ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് കൃഷ്ണകുമാർ ബാലസുബ്രഹ്മണ്യം എന്ന ആളാണ്. ആളുടെ ഫോട്ടോ കാണിക്കാം. ഇനി മാറിയേക്കാട്ടോ, മാറും, ഇനി മാറി. ഹൃതിക് റോഷനോ, അതിനുള്ള സാധ്യത ഉണ്ട്. ഹൃതിക് റോഷനോ, പിന്നെ ദുൽഖറോ. ദുൽഖർ അതല്ല, ദുൽഖർ പരശുരാമനാണ്. മറ്റേ അല്ലെങ്കിൽ വേറൊരു പേരും പറയുന്നുണ്ട് കേട്ടോ, ടോവിനൊക്കെ വരാട്ടോ കൃഷ്ണനായിട്ട്. ഇനി ആരൊക്കെ പൃഥ്വിരാജ് ഉണ്ടാവും, പലരും ഉണ്ടാവും. എന്ത് രസമായിരിക്കും. അടുത്തത് ആസിഫ് അലി ഫർഹാൻ മൂവി. ഒരു ഡാർക്ക് ഹ്യൂമർ ചിത്രം പുറത്തു വരും എന്നാണ് കേൾക്കുന്നത്. ഫർഹാൻ നമ്മുടെ ജിസ് ജോയിന്റെ, തലവൻ ഡയറക്ട് ചെയ്ത് ജിസ് ജോയിന്റെ അസോസിയേറ്റ് ആയിരുന്ന ആളാണ് കേട്ടോ. ഏകദേശം കൺഫേം ആണ്, അടുത്ത് തന്നെ തുടങ്ങുമായിരിക്കും. ഓക്കെ, തലവൻ അത് OTT വരട്ടെ, അപ്പൊ പറയണ്ട കുറച്ച്. അത് ഞങ്ങൾ സ്പെഷ്യൽ വീഡിയോ എടുത്ത് ചോദിക്കാണ്ട് ഓരോരോ കാര്യങ്ങള്, ചോദ്യങ്ങള്. ഞങ്ങളെ ഒരുപാട് പേര് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് അതിനകത്ത് അവരോടൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് കണ്ടപ്പോ അത് അങ്ങനെ അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ പറഞ്ഞവരോടും നമുക്ക് ഡയറക്റ്റ് കാണാൻ നമുക്ക് പല ചോദ്യങ്ങളും ചോദിക്കേണ്ടായിരുന്നു. ആ ചോദ്യങ്ങളൊക്കെ നമ്മള് ഇതൊന്നും OTT-യിൽ വരട്ടെ. റിവ്യൂല് ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ, എല്ലാം സ്പോയിലർ ആവും. ഓക്കെ, എന്തായാലും ഗരുഡൻ സിനിമ OTT-യിൽ ആമസോൺ പ്രൈമിൽ ഇന്ന് സ്ട്രീമിംഗ് തുടങ്ങും. ഓക്കെ, വന്നു കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ. ഇപ്പൊ ആൾറെഡി വന്നിട്ടുണ്ടാവും, മേ ബി അറിയാലോ. സൂരി, ഉണ്ണിമുകുന്ദൻ ഒക്കെ പ്രധാന ഗംഭീര അഭിപ്രായമായിരുന്നു കേട്ടോ സിനിമയ്ക്ക്. L360 തരുൺ മൂർത്തി മൂവി. സിനിമയിലെ മ്യൂസിക് ജേക്സ് ബിജോയ്. ഞാൻ ജിസ് ജോയ് എന്ന് പറയാൻ വരുമായിരുന്നു, പിന്നെ പെട്ടെന്നാണ് ഓർമ്മ വന്നത്, അയ്യോ ജിസ് ജോയ് അല്ല. അന്നോരബദ്ധം പറ്റി, പിന്നെയും അത് തന്നെ വരുക. എന്തായാലും ജേക്സ് ബിജോയ് ആണ് സിനിമയിലെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ആള് തന്നെയാണ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വഴി പങ്കുവച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ. കൽക്കിക്ക് ഒന്നുകൂടെ പോയാലോ? പോണം.